മലയാളികളുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ 55-ാം ജന്മദിനം ആണിന്ന്. അകാലത്തിൽ സിനിമാ ലോകത്തിന് നഷ്ടമായ മണിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടൻ ടിനി ടോം. സിനിമയിലെത്തും മുൻപ് കലാഭവൻ മണിക്കൊപ്പം ആദ്യ വിദേശയാത്ര ചെയ്ത അനുഭവമാണ് ടിനി ടോം പങ്കുവച്ചത്. ഒന്നുമല്ലാതിരുന്ന കാലത്ത് തനിക്കൊപ്പം നിന്നയാളാണ് കലാഭവൻ മണി. സിനിമയിലെത്തും മുൻപ് കിട്ടിയ സമ്മാനങ്ങൾ പോലും പങ്കുവച്ചിരുന്നുവെന്നും ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ മണിച്ചേട്ടൻ തന്നതായിരുന്നുവെന്നും ടിനി ടോം കുറിക്കുന്നു. ടിനി ടോമിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ജനുവരി 1 ഇന്നാണ് മണിച്ചേട്ടൻ്റെ ജന്മദിനം. എനിക്ക് 19 വയസ്സ് ഉള്ളപ്പോഴാണ് എൻ്റെ സ്വപ്ന തുല്യമായ ആദ്യ വിദേശ വിമാനയാത്ര. ഗൾഫിലേക്ക്. സെഞ്ചുറി മമ്മിക്കും സിദ്ദിഖയും നാദിർഷയ്ക്കയും നയിക്കുന്ന ആ ഷോയിൽ സിനിമയിൽ മുഖം കാണിക്കാത്തവരായി ഞാനും മണിച്ചേട്ടനും മാത്രം. പലപ്പോഴും ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു കട്ടിലിൽ പ്രധാനപ്പെട്ടവരെ സൽക്കരിക്കുവാനും പുറത്തു കറക്കാനും പ്രവാസികൾ ക്യൂ നിൽക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഏകാന്തതയിൽ ആയിരുന്നു. മണിച്ചേട്ടന് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഒറ്റയ്ക്കാകുന്ന എന്നെയും കൂട്ടുമായിരുന്നു. അവർ മേടിച്ചു കൊടുക്കുന്ന ഗൾഫ് മുണ്ടും ഈത്തപ്പഴവും വാച്ചും വെൽവെറ്റ് പുതപ്പും ചേട്ടൻ എനിക്കും പങ്കുവയ്ക്കുമായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് മണിച്ചേട്ടൻ എനിക്ക് അന്ന് പങ്കുവച്ച സമ്മാനങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. ഹാപ്പി ബർത്ത്ഡേ മണിച്ചേട്ടാ. ഇങ്ങനെയാണ് ടിനി ടോമിൻ്റെ കുറിപ്പ്. മലയാള സിനിമയിലെ സകല കലാവല്ലഭനായിരുന്ന കലാഭവൻ മണി സിനിമകളിലൂടെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളത്തിൽ നിറസാന്നിധ്യമായി നിൽക്കുമ്പോഴായിരുന്നു മണിയുടെ അപ്രതീക്ഷിത വേർപാട്. 2016 മാർച്ച് 6 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ചാലക്കുടി ചേനത്തുനാട് കുന്നിശ്ശേരി രാമൻ്റെയും അമ്മിണിയുടെയും മകനായി 1971 ജനുവരി 1 മണി ജനിച്ചത്. മലയാള സിനിമയിലെ സകല കലാവല്ലഭനായിരുന്നു അദ്ദേഹം. സിനിമകളിലൂടെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളത്തിൽ നിറസാന്നിധ്യമായി നിൽക്കുമ്പോഴായിരുന്നു മണിയുടെ അപ്രതീക്ഷിത വേർപാട്. മലയാളികൾക്ക് മണി തങ്ങളിൽ ഒരുവനായിരുന്നു. മണിയുടെ പാട്ടും അഭിനയവുമൊക്കെ മലയാളികൾ ഇപ്പോഴും ആവേശത്തോടെയാണ് ഓർക്കുന്നത്. മണിയുടെ പാട്ടില്ലാതെ ഒരു ദിവസം പോലും ഇന്നും കടന്നു പോകാറില്ല. ബസ്സിലും ഓട്ടോറിക്ഷയിലുമൊക്കെയായി കലാഭവൻ മണി ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയും സാമൂഹ്യ പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നേറുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വിയോഗം. സൗഹൃദത്തിന് അങ്ങേയറ്റം പരിഗണന നൽകിയ ആളായിരുന്നു അദ്ദേഹം. തൻ്റെ സന്തോഷങ്ങൾ ആ നാടിനെ തന്നെ ആഘോഷമാക്കി മാറ്റാറുണ്ട് മണി. ഓണമായാലും ക്രിസ്മസ് ആയാലും പുതുവർഷമായാലും മണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമാണെന്ന് പ്രിയപ്പെട്ടവരെല്ലാം പറയാറുണ്ടായിരുന്നു. ജനുവരി 1 മണിയുടെ പിറന്നാൾ. ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ ഈ ദിവസം ശരിക്കും കളറാക്കിയേനെ എന്നായിരുന്നു സഹോദരൻ പറഞ്ഞത്. അറേഞ്ച്ഡ് മാരേജിലൂടെയായിരുന്നു മണിയുടെ ജീവിതത്തിലേക്ക് നിമ്മി എത്തുന്നത്. കല്യാണം ഉറപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹം കാണാൻ വന്നത്. മണി കാണാൻ വന്ന് കല്യാണം നടക്കാതെ പോയ പെൺകുട്ടി എന്ന ചീത്തപ്പേര് തനിക്ക് ഉണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിനിടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം വീട്ടിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്നു അദ്ദേഹം. അഭിമുഖങ്ങളിലെല്ലാം ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും വാചാലനാവാറുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഭാര്യയും മകളുമാണെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു.